ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ആവേശം പകർന്ന വന്ദേമാതരം ഗീതത്തിന്റെ 150-ാം വാർഷിക വേളയിൽ ചരിത്രത്തിലാദ്യമായി ചെങ്കോട്ടയിൽ പൂർണ്ണ വന്ദേമാതരം മുഴങ്ങിക്കേട്ട 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കാണ് നാം സാക്ഷ്യം വഹിച്ചത്. ഈ ചരിത്ര നിമിഷത്തിൽ 2047-ൽ ഇന്ത്യയെ ഒരു പൂർണ്ണ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ച പുതിയ ദിശാബോധമാണ് സപ്തധാര. പണ്ടുകാലത്ത് ഭാരതീയ സംസ്കാരത്തിന്റെ ജീവനാഡിയായി സപ്തസിന്ധു നദികൾ ഒഴുകിയതുപോലെ വരും ദശകങ്ങളിൽ ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ 7 വികസന പ്രവാഹങ്ങളാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിർമ്മാണ മേഖല, കൃഷി, അത്യാധുനിക സാങ്കേതികവിദ്യ, ഗതിശക്തി, അടിസ്ഥാന സൗകര്യങ്ങൾ, പ്രതിരോധ മേഖല, ഗ്രീൻ ബ്ലൂ എക്കോണമി, സോഫ്റ്റ് പവർ എന്നീ 7 സപ്തസമ്പങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ വിശകലനത്തിലേക്ക്. വരും വർഷങ്ങളിൽ കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളേക്കാൾ വേഗത്തിൽ രാജ്യം കുതിക്കണമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് സപ്തധാരയുടെ ഒന്നാം ധാരയായി നിർമ്മാണ ശക്തിയെ അഥവാ മാനുഫാക്ചറിംഗ് പവറിനെ പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മാനുഫാക്ചറിംഗ് സെക്ടറിനെ നമ്മൾ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ ചെറിയ ചെറിയ ഭാഗങ്ങൾ മുതൽ വലിയ ഉൽപ്പന്നങ്ങൾ വരെ നമ്മൾ നിർമ്മിക്കേണ്ടതുണ്ട്. വാല്യൂ ചെയിൻ പൂർണ്ണമായും നമ്മുടേതായിരിക്കണം. അതിനായി ആവശ്യമായ എല്ലാ കോമ്പോണന്റുകളും നമ്മൾ തന്നെ നിർമ്മിക്കണം. നമുക്ക് സമ്പൂർണ്ണമായ മാനുഫാക്ചറിംഗും അതുപോലെ സമ്പൂർണ്ണമായ ഉൽപ്പന്നങ്ങളും ആവശ്യമാണ്. ഡിസൈൻ മുതൽ മാനുഫാക്ചറിംഗ് വരെ ഭാരതത്തെ ഗ്ലോബൽ സപ്ലൈ ചെയിനിന്റെ ഭാഗമാക്കണം. നമുക്ക് ലോകത്തിന്റെ വിശ്വസനീയ കേന്ദ്രമായി മാറണം. ഇതിനായി 3 കാര്യങ്ങളിൽ പ്രത്യേക ഊന്നൽ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാനുഫാക്ചറിംഗ് മേഖലയിലുള്ള എൻ്റെ സഹോദരീ സഹോദരന്മാരെ, ഇത് നിങ്ങൾക്കുള്ള സമയമാണ്, വലിയൊരു അവസരമാണ്. ഈ അവസരം കൈവിട്ടു കളയരുത്. ഇതിനായി കോസ്റ്റ്, ക്വാളിറ്റി, സ്കെയിൽ എന്നിവയിൽ ആഗോള മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നമ്മൾ ഉയരേണ്ടതുണ്ട്. ചിപ്പുകൾ മുതൽ വലിയ യന്ത്രഭാഗങ്ങൾ വരെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള സമ്പൂർണ്ണ വാല്യൂ ചെയിൻ രാജ്യം കെട്ടിപ്പടുക്കണം. സീറോ ഡിഫക്റ്റ് പ്രിസിഷൻ മാനുഫാക്ചറിംഗ് അഥവാ പഴുതില്ലാത്ത മികച്ച ഗുണനിലവാരം ഭാരതീയ ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് മൂല്യമായി മാറണം. ലോകത്തിനു മുന്നിൽ വിശ്വസനീയമായ ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഹബ്ബായി ഇന്ത്യ മാറുമെന്ന പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നടത്തിയത്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സപ്തധാരയിലെ 2ാമത്തെ ശക്തി കൃഷിയും ഭക്ഷ്യ ഉൽപാദനവുമാണ്. ഭക്ഷ്യ സംസ്കരണ രംഗത്ത് നമ്മൾ വളരെയധികം മുന്നേറേണ്ടതുണ്ട്. FTA കാരണം നമ്മുടെ കർഷകർക്കായി ഇപ്പോൾ ലോക വിപണികൾ തുറക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് വളരെ വലിയൊരു മാർക്കറ്റാണ് ലഭിക്കുന്നത്. നമുക്ക് അവിടെ വരെ എത്തണം. ആ മേഖലകളിൽ നമ്മുടെ സാന്നിധ്യം അറിയിക്കണം. കൃഷിസ്ഥലം മുതൽ കയറ്റുമതി വിപണി വരെ നമ്മൾ വളരേണ്ടതുണ്ട്. നമ്മുടെ പരമ്പരാഗത ഭക്ഷണ പദാർത്ഥങ്ങളാകട്ടെ, ചെറുധാന്യങ്ങളാകട്ടെ, നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങളാകട്ടെ, നമ്മുടെ പഴങ്ങളും പൂക്കളുമാകട്ടെ, എന്താണ് നമുക്കില്ലാത്തത്? ഉള്ളതെല്ലാം ആഗോള ബ്രാൻഡുകളായി മാറണം. നമ്മുടെ കർഷകർ രാസമുക്ത കൃഷിക്ക് കൂടുതൽ കരുത്ത് പകരും. ലോകത്ത് ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ആവശ്യം ഇനിയും വർദ്ധിക്കാൻ പോവുകയാണ്. ആഗോള മാനദണ്ഡങ്ങൾക്കനുസരിച്ച് എല്ലാ രീതിയിലും മികവ് തെളിയിക്കുന്ന നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ലോക വിപണിയിലേക്ക് എത്താം. 2ാമത്തെ ശക്തിധാര കാർഷിക മേഖലയും ഭക്ഷ്യ സംസ്കരണവുമാണ്. പരമ്പരാഗത കൃഷിയിൽ നിന്നും മാറി ആഗോള സ്വീകാര്യതയുള്ള ഓർഗാനിക് ഫ്രീ ഉൽപ്പന്നങ്ങളിലേക്ക് ഭാരതീയ കർഷകർ കടക്കണം. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജനങ്ങൾ, പാൽ, തദ്ദേശീയ കാർഷിക വിളകൾ എന്നിവയെ പുതിയ സ്വതന്ത്ര വ്യാപാര കരാറുകൾ വഴി ലോക വിപണിയിൽ ബ്രാൻഡ് ചെയ്യണം. അന്താരാഷ്ട്ര തലത്തിൽ വളം വില കുതിച്ചുയരുമ്പോഴും കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ യൂറിയയും DAPയും ലഭ്യമാക്കുന്ന കേന്ദ്ര നയം തുടരുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകി. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് AIയുടെ കാലമാണ്. ക്വാണ്ടത്തിന്റെയും സ്പേസിന്റെയും റോബോട്ടിക്സിന്റെയും ഡാറ്റാ സെന്ററുകളുടെയും കാലമാണ്. പൂർണ്ണമായും പുതിയൊരു മേഖലയാണ് തുറക്കപ്പെട്ടിരിക്കുന്നത്. എമർജിംഗ് ടെക്നോളജി പ്രതിനിമിഷം നമ്മെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം വെറും ഒരു വിപണി മാത്രമായി മാറാൻ നമ്മൾ അനുവദിക്കരുത്. പകരം നമ്മൾ ഇന്നോവേഷന്റെ ഹബ്ബായി മാറണം. UPIയിലും ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിലും നമ്മൾ നമ്മുടെ കരുത്ത് തെളിയിച്ചു കഴിഞ്ഞു. നമ്മുടെ ശക്തി ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇനി ഭാരതം അതിന്റെ ഡിജിറ്റൽ പബ്ലിക് ടെക്നോളജി ലോകത്തിന്റെ എല്ലാ കോണുകളിലും എത്തിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് ജനറേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ ലോകത്തെ നയിക്കാൻ ഭാരതത്തിന് സാധിക്കണം. മെയ്ഡ് ഇൻ ഇന്ത്യ 6G രാജ്യത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും എത്തിച്ചേരണം.
ഇതൊരു ലക്ഷ്യമായി കണ്ട് നമ്മൾ ഇതിനായി വേഗത്തിൽ പ്രവർത്തിക്കണം. നമ്മുടെ പ്രയത്നങ്ങൾ ഒട്ടും കുറയാനും പാടില്ല. മൂന്നാമത്തെ സ്തംഭം സാങ്കേതിക വിദ്യയും നവീകരണവുമാണ്. കേവലം സാങ്കേതിക വിദ്യയുടെ വിപണിയാകാതെ AI, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, റോബോട്ടിക്സ്, സെമി കണ്ടക്ടറുകൾ എന്നിവയുടെ ഉൽപാദന കേന്ദ്രമായി ഇന്ത്യ മാറണം. ഇതിനകം പ്രവർത്തനം ആരംഭിച്ച 3 കൂറ്റൻ സെമി കണ്ടക്ടർ പ്ലാന്റുകൾക്ക് പുറമെ അടുത്ത 7-8 വർഷത്തിനുള്ളിൽ 8 പുതിയ സെമി കണ്ടക്ടർ പ്ലാന്റുകൾ കൂടി രാജ്യത്ത് വരുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. അതോടൊപ്പം പ്രതിവർഷം 1 കോടി യുവാക്കൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ സൗജന്യ പരിശീലനം നൽകുന്ന വിപ്ലവകരമായ പദ്ധതിയും പ്രഖ്യാപിക്കപ്പെട്ടു. രാജ്യത്തിനകത്ത് തടസ്സങ്ങളില്ലാത്ത വേഗത്തിലുള്ള കണക്ടിവിറ്റി ഉറപ്പാക്കാൻ ഈ ഗതിശക്തിക്ക് നമ്മൾ ഊന്നൽ നൽകണം. അതുപോലെ തന്നെ നഗരങ്ങളെ ഹൈ സ്പീഡ് റെയിലുകൾ വഴി നമുക്ക് പരസ്പരം ബന്ധിപ്പിക്കേണ്ടതുണ്ട്. നമുക്ക് ആധുനിക ഹൈവേകൾ വേണം, ഇൻലാൻഡ് വാട്ടർ വേകൾ വേണം, എയർപോർട്ടുകൾ വേണം. അതുപോലെ തന്നെ മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് സംവിധാനങ്ങളും നമുക്ക് ആവശ്യമാണ്. നമ്മുടെ തുറമുഖങ്ങൾ വെറും ഒരു സാധനങ്ങൾ ഇറക്കാനും കയറ്റാനുമുള്ള സ്ഥലങ്ങൾ മാത്രമാകരുത്. ലോകത്തിലെ കപ്പലുകൾ വന്ന് നങ്കൂരമിടാനുള്ള ഒരിടം മാത്രമായി അത് ഒതുങ്ങുകയും ചെയ്യരുത്. പോർട്ട് ലെഡ് ഡെവലപ്മെന്റ് ഗ്രോത്തിന്റെ ദിശയിലേക്ക് നമ്മൾ മുന്നേറേണ്ടതുണ്ട്. നാലാമത്തെ ധാര PM ഗതിശക്തി അടിസ്ഥാന സൗകര്യ വികസനമാണ്. ഹൈവേകൾ, റെയിൽവേ, വന്ദേ ഭാരത് കോച്ചുകൾ, 100% റെയിൽവേ വിദ്യുച്ഛക്തീകരണം, ഹൈഡ്രജൻ ട്രെയിനുകൾ എന്നിവയിലൂടെ രാജ്യത്തെ ലോജിസ്റ്റിക്സ് വേഗത വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. തുറമുഖാധിഷ്ഠിത വികസനത്തിലൂടെയും വിമാനത്താവള ശൃംഖലകളിലൂടെയും ഭാരതത്തിന്റെ കണക്ടിവിറ്റിയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ ഗതിശക്തി ഊർജ്ജമേകും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഭാരതവും ലോകവും ഇന്ന് ഒരുപോലെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇതല്ലാതെ നമുക്ക് മുന്നിൽ മറ്റു വഴികളൊന്നുമില്ല. ലോകം മുഴുവൻ സ്വന്തം താല്പര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ ഭാരതത്തിന് വെറും ഒരു വിപണിയായി മാത്രം തുടരാൻ കഴിയില്ല. പ്രതിരോധ മേഖലയിൽ നാം സ്വയം പര്യാപ്തത നേടിയേ മതിയാകൂ. നെക്സ്റ്റ് ജനറേഷൻ ഡിഫൻസ് ടെക്നോളജി വികസിപ്പിച്ചുകൊണ്ട് ലോകത്തിന് തന്നെ പ്രതിരോധ സാമഗ്രികൾ എത്തിച്ചു നൽകുന്ന ഒരു ഗ്ലോബൽ സപ്ലയർ ആകുക എന്ന ലക്ഷ്യത്തോടെയാണ് നാം മുന്നോട്ട് പോകേണ്ടത്. നമ്മൾ ഡ്രോൺ കൗണ്ടർ ഡ്രോൺ സിസ്റ്റങ്ങൾ വികസിപ്പിക്കേണ്ടതുണ്ട്. ഒപ്പം ഹൈപ്പർസോണിക് ഡിഫൻസ് ടെക്നോളജീസിൽ നേതൃസ്ഥാനം നമ്മൾ ഏറ്റെടുക്കണം. അതോടൊപ്പം തന്നെ ഇന്ന് ഓരോ വീട്ടിലും വലിയൊരു വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുന്ന സൈബർ സുരക്ഷയുടെ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കണം. അതും പ്രതിരോധത്തിന്റെ ഒരു മേഖലയാണ്. നമ്മുടെ യുവാക്കളുടെ കാര്യക്ഷമത രാജ്യത്തിനും ലോകത്തിനും വേണ്ടി പ്രയോജനപ്പെടുത്താൻ ഇതിലൂടെ നമുക്ക് സാധിക്കും. അഞ്ചാമത്തെ സ്തംഭം രക്ഷാശക്തി അഥവാ പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തതയാണ്. ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യ, ഡ്രോണുകൾ, സൈബർ സുരക്ഷ എന്നിവയിൽ ഇന്ത്യ ആഗോള പ്രതിരോധ കയറ്റുമതി രാജ്യമായി മാറിക്കഴിഞ്ഞു. നമ്മുടെ സപ്തധാരയിലെ 6ാമത്തെ ശക്തി ഗ്രീൻ ഇക്കോണമിയും ബ്ലൂ ഇക്കോണമിയുമാണ്. ഇത് പരിസ്ഥിതി സൗഹൃദമായ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സഹായിക്കുന്നു. ഗ്രീൻ ഹൈഡ്രജൻ, റിന്യൂവബിൾ എനർജി സ്റ്റോറേജ്, ഗ്രീൻ മൊബിലിറ്റി തുടങ്ങിയ മേഖലകളിലും നമ്മൾ വലിയ മുന്നേറ്റം നടത്തേണ്ടതുണ്ട്. ആഗോളതലത്തിൽ ഗ്രീൻ മാനുഫാക്ചറിംഗ് എന്ന ലക്ഷ്യം നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. ലോകം മുഴുവൻ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനുള്ള പരിഹാര മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഭാരതത്തിന് സാധിക്കുന്നുണ്ട്. ഭാരതം ഇന്ന് വലിയൊരു ഗ്രീൻ മൂവ്മെന്റിന്റെ കരുത്തുമായാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ബ്ലൂ ഇക്കോണമിയിലും ഭാരതത്തിന് വലിയ സാധ്യതകളുണ്ട്. നമുക്ക് വിശാലമായ കടൽ തീരമുണ്ട് എന്നതും ബ്ലൂ ഇക്കോണമിയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. മത്സ്യബന്ധനം, കോസ്റ്റൽ ടൂറിസം, ഓഷ്യൻ ടെക്നോളജി എന്നിങ്ങനെ നമുക്ക് മുന്നേറാൻ സാധിക്കുന്ന എത്രയോ മേഖലകൾ ഈ രംഗത്തുണ്ട്. 6ാമത്തെ പ്രവാഹം ഗ്രീൻ എക്കോണമിയും ബ്ലൂ എക്കോണമിയുമാണ്. പരിസ്ഥിതി സൗഹൃദമായ പുനരുപയോഗ ഊർജ്ജ ഉൽപാദനം, 2047ഓടെ 100 ഗിഗാവാട്ട് ആണവോർജ്ജ ലക്ഷ്യം, ഇലക്ട്രിക് വാഹന വിപ്ലവം എന്നിവയ്ക്കൊപ്പം ഇന്ത്യയുടെ വിപുലമായ കടൽ തീരങ്ങളും സമുദ്ര സമ്പത്തും ഉപയോഗപ്പെടുത്തിയുള്ള നീല സമ്പദ് വ്യവസ്ഥയും ഭാരതത്തിന്റെ നാളെയെ നിർണയിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഭാരതം സപ്തധാരയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ 7ാമത്തെ ധാരയ്ക്ക് ലോകത്തിന് മുന്നിൽ അതിൻ്റെതായ ഒരു പ്രത്യേക പ്രാധാന്യമുണ്ട്. അതാണ് ഭാരതത്തിന്റെ സോഫ്റ്റ് പവർ. ഭാരതത്തിന്റെ സോഫ്റ്റ് പവറിന്റെ കരുത്ത് എന്നത് ഇന്ന് യോഗയിലൂടെ ലോകത്തെ മുഴുവൻ ഭാരതവുമായി ചേർത്തു നിർത്തിയിരിക്കും. യോഗ ഇന്ന് ലോകത്തിന് ഒരു ഊർജ്ജമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഭാരതത്തിന് മേലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഒരു വലിയ കാരണം കൂടിയായി ഇത് മാറുകയാണ്. ഭാരതത്തിന് വിശ്വാസ കേന്ദ്രങ്ങളുണ്ട്, ആയുർവേദത്തിന്റെ പാരമ്പര്യമുണ്ട്. ഭാരതത്തിൽ ഒരു ഹോളിസ്റ്റിക് ഹെൽത്ത് കെയർ സംവിധാനം നിലനിൽക്കുന്നുണ്ട്. ഈ ഭാരതത്തിൽ ഹീൽ ഇൻ ഇന്ത്യ എന്ന മുന്നേറ്റം നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. 7ാമത്തെയും അവസാനത്തേതുമായ ധാര ഭാരതത്തിന്റെ സോഫ്റ്റ് പവറാണ്. യോഗ, ആയുർവേദം,
ഹീൽ ഇൻ ഇന്ത്യ, ആരോഗ്യ വിനോദസഞ്ചാരം, സാംസ്കാരിക പൈതൃകം എന്നിവയിലൂടെ ലോകത്തെ സ്വാധീനിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നു. അതോടൊപ്പം 2036 ഇന്ത്യ വേദിയാകാൻ ആഗ്രഹിക്കുന്ന ഒളിമ്പിക്സ് കായിക മാമാങ്കത്തിനായി രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന ടാലന്റ് ഹണ്ട് ക്യാമ്പയിനും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ഈ സപ്തധാരകൾ ഒന്നിച്ചു ചേരുമ്പോൾ രൂപപ്പെടുന്ന ദേശീയ കരുത്തായിരിക്കും വികസിത ഭാരതത്തിലേക്കുള്ള നമ്മുടെ യാത്രയെ നയിക്കുന്നത്.